വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ ആരംഭിക്കാനിരിക്കെ ചരിത്ര മാറ്റവുമായി മുംബൈ ഇന്ത്യൻസ്. 10 വർഷത്തിന് ശേഷം രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ്. ഹാർദിക് പാണ്ഡ്യയെ മുംബൈയുടെ പുതിയ നായകനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവസാന 2 സീസണിലും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമായിരുന്നു ഹാർദിക് പാണ്ഡ്യ. അരങ്ങേറ്റ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്ക് എത്തിച്ച ഹാർദിക് അവസാന സീസണിൽ റണ്ണറപ്പുകളിലാക്കുകയും ചെയ്തു. ഇത്തവണ മുംബൈ ഇന്ത്യൻസിലേക്ക് ഹാർദിക് തിരിച്ചെത്തുകയായിരുന്നു. 15.5 കോടിക്കാണ് ഹാർദിക് മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ ഈ സീസണിൽ കൂടി മുംബൈയുടെ നായകനായി രോഹിത് ശർമ്മ തുടരുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അപ്രതീക്ഷിത പ്രഖ്യാപനം ഉണ്ടാവുകയായിരുന്നു. ഹാർദിക്കിന് കീഴിൽ രോഹിത് കളിക്കുമ്പോൾ എങ്ങനെയാകും ടീമിന്റെ പ്രകടനമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ പരിഹസിച്ച് ഹാർദിക് പാണ്ഡ്യ രംഗത്തെത്തുകയും അതിന് രോഹിത് ശർമ്മ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ ഹാർദിക്കിന് കീഴിൽ കളിക്കുകയെന്നത് രോഹിത്തിനെ സംബന്ധിച്ച് വളരെ പ്രയാസമാകും. മുംബൈ ഇന്ത്യൻസിനൊപ്പം രോഹിത്തിന്റെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ്. ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ സമീപകാലത്തായി രോഹിത്തിന് സാധിച്ചിരുന്നില്ല. അവസാന സീസണിൽ CSK കപ്പ് നേടിയതോടെ മുംബൈ ഇന്ത്യൻസിന്റെ 5 കിരീടമെന്ന റെക്കോർഡിന് ഒപ്പമെത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുംബൈക്ക് വരുന്ന സീസണിൽ കപ്പിലേക്ക് എത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ചരിത്ര മാറ്റത്തിന് മുംബൈ തയ്യാറായത്. 10 വർഷത്തിനു ശേഷമാണ് മുംബൈ നായകനെ മാറ്റുന്നത്. രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് മുംബൈ ആദ്യമായി കിരീടം നേടിയത്. 5 കിരീടങ്ങളും നേടിയത് രോഹിത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഹാർദിക്കിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. മുംബൈയെ കിരീടത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഹാർദിക്കിന് മുമ്പിലുള്ളത്. ഗുജറാത്തിനൊപ്പം കളിച്ചതിന്റെ ഇരട്ടി സമ്മർദ്ദത്തിലാകും ഹാർദിക്ക് മുംബൈക്കൊപ്പം കളിക്കുകയെന്ന് നിസ്സംശയം പറയാം. പാരമ്പര്യം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണിത്. ഭാവിയിലേക്ക് ടീമിനെ തയ്യാറാക്കുക എന്നതാണ് മുംബൈയുടെ തത്വം. മുംബൈക്ക് ഇതിനോടകം നിരവധി മികച്ച നായകന്മാർ ഉണ്ടായിട്ടുണ്ട്. മുംബൈയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അടുത്ത സീസണിൽ ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായി ചുമതലപ്പെടുത്തുകയാണ് എന്നുമാണ് മഹേല ജയവർധന പറഞ്ഞത്. മുംബൈ ഇത്തവണയും കരുത്തരുടെ നിരയാണ്. ശക്തമായ നിരവധി താരങ്ങൾ മുംബൈക്കൊപ്പമുണ്ട്. എന്നാൽ രോഹിത് ശർമ്മയ്ക്ക് നായകസ്ഥാനം നഷ്ടമായതോടെ താരത്തിന്റെ ടീമിലെ ഭാവിയും ചോദ്യമുയർത്തുകയാണ്. മോശം പ്രകടനം നടത്തിയാൽ രോഹിത്തിനെ മുംബൈ പ്ലേയിങ് 11-ൽ നിന്ന് മാറ്റി നിർത്താനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ രോഹിത്തിന് അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന് ഉറപ്പാണ്. ഹാർദിക്കിന് കീഴിൽ രോഹിത്തിന്റെ പ്രകടനം എങ്ങനെയാകുമെന്നത് ഇനി കാത്തിരുന്നു തന്നെ കണ്ടറിയാം. മുംബൈയെ സംബന്ധിച്ച് ലേലം നിർണായകമാണ്. മികച്ച പേസർമാരെയാണ് മുംബൈക്ക് ആവശ്യം. ജോഫ്ര ആർച്ചറെ ഒഴിവാക്കിയതിനാൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു പേസറെ മുംബൈക്ക് അത്യാവശ്യമാണ്. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെയെല്ലാം മുംബൈയിൽ ഉണ്ടായിരുന്നിട്ടും ഇവരെയെല്ലാം മറികടന്നാണ് ഹാർദിക് നായക സ്ഥാനത്തേക്ക് എത്തിയത്. ഇത് മുംബൈയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. രോഹിത് ശർമ്മയെ മുംബൈ നായക സ്ഥാനത്തു നിന്ന് നീക്കിയതോടെ താരം ടീം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. CSK, RCB ടീമുകളിലേക്ക് രോഹിത് ശർമ്മ കൂടുമാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.